ഫോർ സീഡ് ടു ജെർമിനേറ്റ്, ഒരു വിത്ത് മുളച്ച് വളരാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ജെർമിനേറ്റ് മീൻസ് മുളക്കാൻ ആവശ്യം, ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ മുളക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ ഫോർ സീഡ് വിത്തിന് വേണ്ടി എന്ത് ടു ജെർമിനേറ്റ് മുളക്കാൻ വേണ്ടിയിട്ട് വിത്തിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം. മിസ് ഇവിടെ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. എയർ, വാട്ടർ ആൻഡ് ഫേവറബിൾ ടെമ്പറേച്ചർ, വായു, വെള്ളം, അതുപോലെ ഫേവറബിൾ മീൻസ് അനുയോജ്യമായിട്ടുള്ള ടെമ്പറേച്ചർ, കാലാവസ്ഥ, ആർ എസെൻഷ്യൽ ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. ഈ എയറും വാട്ടറും ടെമ്പറേച്ചറും ഈ മൂന്നെണ്ണമാണ് എന്തിന് സീഡ് ജെർമിനേഷൻ ആവശ്യമായിട്ടുള്ള കാര്യം. ദെൻ ഈ മൂന്നെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു സീഡ് എന്ത് ചെയ്യും, ജെർമിനേറ്റ് ചെയ്യും, അതായത് മുളക്കും. ഇനി മുളച്ചിട്ട് പിന്നീട് വളരാൻ ആവശ്യമായിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്, സൺലൈറ്റ് ആൻഡ് സോയിൽ. സൺലൈറ്റ് ആൻഡ് സോയിൽ ആർ റിക്വയർഡ് ഫോർ ഗ്രോത്ത് ആഫ്റ്റർ സ്പ്രൗട്ടിങ്. മുളച്ച് കഴിഞ്ഞിട്ട് പിന്നീട് വളരാനാണ് സൺലൈറ്റും സോയിലും വേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സീഡ് ജെർമിനേഷൻ ആവശ്യമായിട്ടുള്ള 5 ഫാക്ടേഴ്സ് ഉണ്ട്: എയർ, വാട്ടർ, ടെമ്പറേച്ചർ, സൺലൈറ്റ്, സോയിൽ. അതിൽ എയറും വാട്ടറും ടെമ്പറേച്ചറും നമ്മുടെ സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ മുളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മുളച്ചിട്ട് പിന്നീട് വളരാനാണ് സൺലൈറ്റും സോയിലും വേണ്ടത്. ഇത്രയും കാര്യം നിങ്ങളവിടെ നോട്ട് ചെയ്യുക.